പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോടും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുവാൻ തക്കവണ്ണം വലിയ ആഗ്രഹത്തോടും കൊതിയോടും കൂടി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടു കൂടി മുന്നമേ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, അനുകൂലമായ സാഹചര്യങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി വേർതിരിച്ചിരിക്കുന്നത് ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ്. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കി, നല്ല ഓരോ നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണല്ലോ. നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയ ദൈവജനമേ, അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ ആദ്യത്തെ പ്രേക്ഷിത യാത്രയിൽ പങ്കെടുത്തവനായ, അതുപോലെ പൗലോസ്ലീഹായുടെ ഒപ്പം കാരാഗ്രഹവാസത്തിൽ പങ്കുകൊണ്ടവനായ വിശുദ്ധ മർക്കോസ് റോമിൽ വെച്ച് എഴുതിയതായ ഈ സുവിശേഷത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ തന്നെ ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ ഭാഗങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഒരു പ്രമാണി എന്നും ന്യായശാസ്ത്രീയമെന്നുമെല്ലാം ഈ ചോദിച്ചതായ വ്യക്തിയെക്കുറിച്ച് പറയുന്നു. എന്തൊക്കെയാണെങ്കിലും നാം മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം ന്യായപ്രമാണങ്ങൾ അറിയാമായിരുന്ന വ്യക്തിയായിരുന്നു, ഒരു പരീക്ഷ പ്രമാണിയായിരിക്കാം എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുന്നൊരു കാര്യമാണ്, നല്ല ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആ അധ്യായം തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ യേശുതമ്പുരാൻ അവരോട് മറുപടി പറയുന്നുണ്ട്. നീ നല്ല ഗുരു എന്ന് നീ എന്നെ വിളിക്കുന്നത് എന്ത്? ദൈവമല്ലാതെ നല്ലവൻ ആരുമില്ലല്ലോ എന്ന് കർത്താവ് അവനെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ, ദൈവം അവിടെ യേശുതമ്പുരാൻ പറയുന്ന കാര്യം, ദൈവം മാത്രമാണ് നല്ലവൻ. അവൻ ഒരുപക്ഷെ അബദ്ധത്താൽ ചോദിച്ചതാണ് എങ്കിൽ കൂടിയും കർത്താവ് തമ്പുരാൻ അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്, ദൈവം മാത്രമാണ് നല്ലവനെന്ന്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം കർത്താവ് അവനോട് പറയുന്ന കാര്യങ്ങൾ, നീ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനോട്, ഗുരു, ഞാൻ ഇതെല്ലാം ചെറുപ്പം മുതലേ പ്രമാണിച്ചു പോരുന്നു എന്നാണ് അവൻ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു ചില കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മനുഷ്യൻ തമ്മിലുള്ളതായ ബന്ധത്തെക്കുറിച്ച് ഇതെല്ലാം നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം ആളുകൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്, ഇതെല്ലാം ന്യായപ്രമാണങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ പറയുന്ന കാര്യം, ഞാനിതെല്ലാം ചെറുപ്പം മുതലേ ചെയ്തു വരുന്നു എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, 20-21 വാക്യങ്ങളിൽ കടന്നു വരുമ്പോൾ കർത്താവ് അവിടെ പറയുന്ന കാര്യം, കർത്താവ് അവനെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു, എന്നിട്ട് പറയുകയാണ്, ഒരു കുറവ് നിനക്കുണ്ട് എന്ന്. അപ്പോൾ അവൻ ഒരുപക്ഷെ ഞെട്ടിപ്പോയി കാണും. എന്താണ് കർത്താവ് പറഞ്ഞു തരുന്നത്? ഇത് അവൻ ചോദിച്ചത് നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട്, ഇറ്റേണിറ്റി പ്രാപിക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ചില കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനിതെല്ലാം ചെയ്യുന്നത് ഓക്കെയാണെന്ന് പറയുന്നു. പക്ഷേ കർത്താവ് അവനെ നോക്കിയിട്ട്, സ്നേഹിച്ചിട്ട്, അവനെ സ്നേഹത്തോടെ നോക്കിയിട്ട് പറയുകയാണ്, മോനെ, നിനക്കൊരു കുറവുണ്ട്. അവൻ കാതുകൂർപ്പിച്ച് എന്താണ് പറയുന്നത്? യേശു തമ്പുരാൻ പറഞ്ഞു, നിനക്ക് ഒത്തിരി സമ്പത്തുണ്ടല്ലോ, അതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, നിനക്ക് സ്വർഗ്ഗ നിക്ഷേപമുണ്ടാകും, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ യേശുവിനേക്കാൾ അധികമായി, സ്വർഗത്തേക്കാൾ അധികമായി തൻ്റെ സമ്പത്തിനെ സ്നേഹിച്ചതുകൊണ്ട് അവനാ യേശു തമ്പുരാൻ്റെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് വചനത്തെങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയിക്കളഞ്ഞു എന്നാണ് അവിടെ നാം വായിച്ച് കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവന് ഉണ്ടായിരുന്നതായ, യേശുവിനേക്കാൾ അധികമായി ഉണ്ടായിരുന്നതായ, സ്വർഗരാജ്യത്തെക്കാൾ അധികമായി ഉണ്ടായിരുന്നതായ സമ്പത്തിനെ ആശ്രയിച്ചിരുന്നു കൊണ്ട് അവനിതെല്ലാം വിഷാദിച്ചുകൊണ്ട് ഒന്നും നഷ്ടമാക്കി കളയാതെ, പ്രിയപ്പെട്ടവരെ, അവനാ പഴയകാലത്ത് തന്നെ ഉറച്ചു നിന്നുകൊണ്ട് സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്ന കാഴ്ചയാണ് നാം അവിടെ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വചനം കേൾക്കുവാൻ ഞാനും നിങ്ങളുമെല്ലാം ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം ചിന്ത ഇങ്ങനെ തന്നെയാണ്, ഞാൻ ചെറുപ്പം മുതലേ എല്ലാം പാലിച്ചു വരുന്നുണ്ടല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈയിടെ ഒരു സുവിശേഷം പ്രസംഗിച്ച് കേൾക്കുന്നിടയായി, ഇന്ന് പലരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ വർഷത്തെ വിശുദ്ധിക്കുള്ളതായ നൊബേൽ സമ്മാനം മറ്റാർക്കുമല്ല കിട്ടിയിരിക്കുന്നത്, എനിക്കാണ്. ഞാനും പറയും, എനിക്കാണ് കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ പെർഫെക്റ്റാണ്, ഞാൻ ഓക്കെയാണ്,
ഞാൻ ഓൾ റൈറ്റ് ആണ് എന്നുള്ളതായ ചിന്തയാണ് നമ്മെ എല്ലാവരും ഭരിക്കുന്നത്. പ്രത്യേകിച്ച് സുവിശേഷ രംഗത്തുള്ളവരായ എന്നെപ്പോലെ ഉൾപ്പെടെയുള്ള എല്ലാവരും ചിന്തിക്കുന്ന കാര്യം, ഞാൻ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഞാൻ പാട്ട് പാടുന്നുണ്ടല്ലോ, ഞാൻ ഓക്കെയാണ്, മറ്റുള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളതായ ഒരു തെറ്റായ ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, അത് പിശാച് തരുന്ന ഒരു പരിപാടിയാണ്, മറന്നു പോകരുതേ. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് പറയുകയാണ്, വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ തമ്പുരാൻ അവനോട് പറഞ്ഞു, മോനെ നിനക്കൊരു കുറവുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, അവിടെ ഏറ്റവും എന്നെ സ്പർശിച്ചത് ഒരു അവിടെ ഒരു കാര്യം പറയുന്നു. കർത്താവ് അവന് പറയുന്ന മുമ്പ് അവിടെ പറയുന്ന കാര്യം, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, യേശു നമ്മെ എപ്പോഴും നോക്കുന്നുണ്ട്, അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. കാരണം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം പറയുന്നുണ്ട്, എന്നാണേ ദുഷ്ടൻ്റെ മരണത്തിലല്ല, അവൻ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടുന്നതിലത്രേ ദൈവം സന്തോഷിക്കുന്നത്, സ്വർഗം സന്തോഷിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നു. ശരിയാണ്, ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. കാരണം പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുവാൻ വന്നിരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും അനുഗ്രഹമായ കാര്യമാണല്ലോ. പ്രിയപ്പെട്ട, എന്നാൽ ഈ വചനം കേൾക്കുമ്പോൾ യേശു നമ്മളെല്ലാവരും നോക്കുന്നു കണ്ട്, നമ്മൾ എവിടെയായിരിക്കുന്ന അവസ്ഥയിലായാലും, വീട്ടിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ നമ്മെ നോക്കുകയാണ്, നമ്മെ സ്നേഹിക്കുകയാണ്. ഈ ശുശ്രൂഷ കേൾക്കുന്നതായ കാണുന്നവരായ ഒരാളെങ്കിലും മനം തിരിഞ്ഞ് മടങ്ങി വന്നാൽ ഈ ശുശ്രൂഷയെ കണ്ടുകൊണ്ട് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. പ്രിയപ്പെട്ടവർ, യേശുതമ്പുരാൻ പുഞ്ചിരിക്കുന്ന ദിനങ്ങളായി മാറാൻ പോവുകയാണ്. ഓരോ സുവിശേഷ യോഗങ്ങളിലും സഹോദരങ്ങളെ, ചെറിയ സുവിശേഷ യോഗമായിക്കോട്ടെ, വലിയ സുവിശേഷ യോഗമായിക്കോട്ടെ, വലിയ കൺവെൻഷൻ ആയിക്കോട്ടെ, വലിയ ധ്യാനമായിക്കോട്ടെ, ഏത് ശുശ്രൂഷയിലൂടെയും തമ്പുരാൻ ആഗ്രഹിക്കുന്നതാണ് ഓരോ വ്യക്തികളും മനം തിരിഞ്ഞ് മടങ്ങി വണ്ണം. നമ്മളാരും നശിച്ചു പോകുവാനായിട്ട് കർത്താവിന് ആഗ്രഹമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ളതായ സഭാ ഭേദം കൂടാതെ, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ ജാതിയോ വർണ്ണമോ മതമോ ഒരു വ്യത്യാസവും കൂടാതെ സകല മനുഷ്യരും മാനസാന്തരപ്പെടണം, സകലരും സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതിനാണല്ലോ തമ്പുരാൻ കാൽവറി യാഗമായി തീർന്നത്. മറന്നു പോകരുത് പ്രിയപ്പെട്ട. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിലൂടെ തമ്പുരാൻ നമ്മുടെ ആവശ്യപ്പെട്ട മക്കളെ മടങ്ങി വരിക എന്നുള്ളത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ സ്നേഹിക്കുകയാണ്, അവൻ നമ്മെ നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നാം ആരും നശിച്ചു പോകുവാൻ തമ്പുരാൻ ഇഷ്ടപ്പെടുന്നില്ല, മറിച്ച് പിശാചാണ് ആഗ്രഹിക്കുന്നത്. നാം അത് മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ക്രിസ്തു തന്നെ അക്കാര്യം രേഖപ്പെടുത്തി, ഇതാ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവർ, ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് എത്രയോ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നവരാണ്. എന്നാൽ പിശാച് അവിടെ കടന്നു ചെന്ന്, പാമ്പിൻ്റെ രൂപത്തിൽ കടന്നു ചെന്ന് പ്രലോഭിപ്പിച്ച് നുണ പറഞ്ഞുകൊടുത്ത്, ഏഷണി പറഞ്ഞുകൊടുത്ത് ആ തെറ്റ് ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പിശാചിന് സന്തോഷമായില്ലേ? പ്രിയപ്പെട്ടവരെ, അതേ പിശാച് ഇന്നും പ്രവർത്തിക്കുന്നു. തമ്പുരാൻ പറഞ്ഞത് തന്നെയാണ്. കാരണം പിശാചിനറിയാം, പിശാചിനും അവൻ്റെ കൂട്ടുകാർക്കുമുള്ളതായ സ്ഥലം ഉറപ്പായിട്ടും നരകമാണ്. ആ നരകത്തിലേക്ക് മാക്സിമം പേരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് പിശാചിൻ്റെ പരിപാടി. പ്രിയപ്പെട്ടവരെ, ഓരോ തെറ്റുകളിലേക്ക് നമ്മെ നയിക്കുന്നത് പിശാചാണ്, മറന്നു പോകരുത്. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ ജീവനുണ്ടാകുവാനും സമർത്ഥമായിട്ടുണ്ടാകുവാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശു തമ്പുരാൻ നമ്മെ നോക്കുകയാണ്, സ്നേഹിക്കുകയാണ്. അവൻ നമ്മോട് പറയുന്നു, മോനെ മോളെ, നിനക്ക് ഒരു കുറവുണ്ട് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുറവിനെ കുറിച്ച് തമ്പുരാൻ അവന് പറഞ്ഞു കൊടുത്തു. നിനക്ക് സമ്പത്ത് ഉണ്ടല്ലോ, നീ അതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കണം, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മോട് കർത്താവ് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കണം എന്നുള്ളതല്ല, നിങ്ങൾക്ക് ദശാംശം കൊടുക്കാം, നല്ലത്. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് കുറവുള്ളത് നിങ്ങളത് പരിശോധിക്കണം. ആ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ഒത്തിരി മേന്മകൾ ഉണ്ടായാലും നല്ലതാണ്, പക്ഷേ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ അത് സ്വർഗരാജ്യത്തിൽ പോകുവാൻ തടസ്സമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കുള്ളതായ കുറവുകൾ നിങ്ങൾ നികത്തണമെന്ന് ഓരോ ദിനങ്ങളിലൂടെയും ഓരോ സുവിശേഷ യോഗങ്ങളിലൂടെയും കർത്താവ് ആഗ്രഹിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കുറവുകൾ നികത്തുന്നവരായി നാം മാറണം. ഈ പ്രസംഗിക്കുന്ന ഞാനോ കേൾക്കുന്ന ആരും തന്നെ 100% വിശുദ്ധരായിട്ട് ജീവിക്കുന്നില്ല. മറിച്ച് നാം ഓരോ സുവിശേഷ യോഗത്തിലും ചിന്തിക്കേണ്ടത്, കർത്താവേ, എൻ്റെ കുറവുകൾ ഇന്ന് പ്രസംഗിക്കുന്ന അച്ഛനിലൂടെ, സുവിശേഷങ്ങളിലൂടെ എന്നോട് സംസാരിക്കണമേ എന്നാണ് നാം ഓരോ സുവിശേഷ യോഗത്തിന് വന്നിരിക്കുമ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെ നമുക്ക്
ആ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട്, കുറവുകളെ നികത്തി മുന്നോട്ട് പോകാനായിട്ട് എന്താണ് പരിഹാരം? ഞാൻ 1-2 മേഖലകളിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ദൈവജനമേ, അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ആകയാൽ പ്രിയമക്കളെന്ന പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിപ്പിനെന്ന്. പ്രിയപ്പെട്ടവരെ, പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്, ഈ ലോക ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ മറ്റാരെയും അനുകരിച്ചിട്ട് കാര്യമില്ല. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിപ്പിനെന്ന്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദൈവത്തെ അനുഗ്രഹിപ്പാൻ സാധിക്കുന്നത്? എളുപ്പമുള്ള കാര്യമാണോ? ഞാൻ ഈയിടെ ഒരു സുവിശേഷം എഴുതിയതായ പുസ്തകം വായിച്ചപ്പോൾ ഒരു മനോഹരമായ കഥ അതിലുണ്ടായത്. നിങ്ങൾ ഒരു പക്ഷേ വായിച്ചു കാണും. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്നത്, ഒരിക്കൽ അപ്പനും മകനും കൂടി ഒരു കഴുതിയെയും കൊണ്ട് ചന്തയിലേക്ക് പോകുന്ന ഒരു യാത്രയായിരുന്നു. കഴുതിയെ മുമ്പിൽ നടത്തിക്കൊണ്ട് അപ്പനും മകനും കഴുതിയുടെ പിന്നിൽ നടന്ന് മുന്നോട്ട് പോവുകയാണ്. അവർ വർത്തമാനമെല്ലാം പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് സമയത്ത് അടുത്ത കവലയിൽ ചെന്നപ്പോഴുണ്ട് അവിടെ കൂടി നിന്ന ആളുകൾ പറഞ്ഞു, ഇവരെന്ത് മണ്ടന്മാരാണ്, ഈ കഴുതിയെ നടത്തിക്കൊണ്ട് എന്തിനാണ് ഇവർ നടന്നു പോകുന്നത്? ഈ കഴുതപ്പുറത്ത് കയറി അങ്ങ് പോയാൽ പോരെ എന്നൊരു അഭിപ്രായം പറയുകയുണ്ടായി. സഹോദരങ്ങൾ, അവർക്ക് ശരിയാണല്ലോ, എന്തിനാണ് ഈ കഴുതി നടത്തിക്കൊണ്ട് പോകുന്നത്? കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യാമല്ലോ. അപ്പൻ പറഞ്ഞു, എടാ മോനെ, നീ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്തോ, ഞാൻ നടന്നോളാം, കുഴപ്പമില്ല. അങ്ങനെ മകൻ ചാടിക്കയറി, അവൻ നടന്ന് കാല് വിഷമിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മകനങ്ങനെ കഴുതപ്പുറത്ത് ചാടിക്കയറി മുന്നോട്ട് പോവുകയാണ്. അപ്പൻ തൊട്ട് പിറകെ നടക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയി അടുത്ത കവലയിൽ ചെന്നപ്പോഴുണ്ട് അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു, ഈ പയ്യൻ ഇവനെത്ര ദുഷ്ടനായ ഒരു മോനാണ്, ആ പ്രായമുള്ള അപ്പനെ നടത്തിയിട്ട് ഇവൻ ഇങ്ങനെ കഴുതപ്പുറത്ത് ഞെളിഞ്ഞിരുന്ന് യാത്ര ചെയ്യുന്നത് ശരിയാണോ എന്നൊരഭിപ്രായം പറയുവാനിടയായി. ഈ മകന് അത് കേട്ടപ്പോൾ വലിയ മോശമായി തോന്നി. അവൻ പെട്ടെന്ന് കഴുതപ്പുറത്ത് ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, അപ്പച്ചനോട് പറഞ്ഞു, അപ്പൻ കഴുതപ്പുറത്ത് കയറിക്ക്, എനിക്ക് നാണമാകുന്നു. കുഴപ്പമില്ല. അങ്ങനെ മകൻ പറയുന്നത് കേട്ട്, മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ഈ അപ്പൻ കഴുതപ്പുറത്ത് കയറി യാത്ര പുനരാരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുന്നോട്ട് പോയപ്പോഴുണ്ട് അടുത്ത കവലയിലെ ആളുകൾ പറഞ്ഞു, ഈ അപ്പൻ എത്ര ദുഷ്ടനായ ഒരപ്പനാണ്, ഇങ്ങനെ നടന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, സഹോദരങ്ങളെ, ഇവർ ഒരു തീരുമാനമെടുത്തു, ഇനി ഒരു കാര്യം ചെയ്യാം, 2 പേർക്കും ഒരുമിച്ച് അങ്ങോട്ട് കയറി യാത്ര ചെയ്താലോ. ഇങ്ങനെ ഈ അപ്പനും മകനും ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു മൃഗസ്നേഹി നടന്നു വന്നു. ഈ മൃഗസ്നേഹി പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, എന്തൊരു കഷ്ടമാണെന്ന് നോക്കി, ഇതാ ഈ അപ്പനും മകനും കൂടി ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആദ്യം മകൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. അപ്പോൾ ആളുകൾ വിമർശിച്ചു. ആ മകൻ താഴെ ഇറങ്ങി. അപ്പൻ യാത്ര ചെയ്തപ്പോൾ അപ്പനെയും ആളുകൾ വിമർശിച്ചു. ഇനി എന്താണ് പരിഹാരം? മൂന്നാമതായിട്ട് അവർ ചെയ്തത്, ഈ അപ്പനും മകനും ഒരുമിച്ച് കഴുതപ്പുറത്ത് യാത്ര ചെയ്തു, ഇനി ആർക്കും പരാതിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ മൃഗസ്നേഹിയായ മനുഷ്യൻ കടന്നു വന്ന് പറഞ്ഞു, ഇവർ ചെയ്യുന്ന വലിയ തെറ്റാണല്ലോ. ഈ മിണ്ടാപ്രാണിയുടെ പുറത്ത് അപ്പനും മകനും കൂടി യാത്ര ചെയ്യുമ്പോൾ ഈ മിണ്ടാപ്രാണി ഇപ്പോൾ വീണ് ചാവുവാൻ ഇടയാകുമല്ലോ. ഇത് വളരെ കഷ്ടമാണല്ലോ, ഇവരെന്ത് മനസ്സാക്ഷിയില്ലെന്ന് ചോദിച്ചപ്പോൾ ഈ അപ്പനും മകനും പെട്ടെന്ന് കഴുതപ്പുറത്ത് താഴെ ഇറങ്ങി. ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഒരു രക്ഷയുമില്ല. സ്വന്തം അഭിപ്രായത്തോടെ മുന്നോട്ട് സാധിക്കുന്നില്ല. നാട്ടുകാർ പല അഭിപ്രായങ്ങളും പറയുകയാണ്. എന്ത് ചെയ്യുവാൻ സാധിക്കും? അവർ നോക്കിയപ്പോൾ, മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ അടുത്തുള്ള പറമ്പിൽ ഒരു മുള കാണുവാനിടയായി. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ കഴ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കഴുതയുടെ കൈകളും കാലുകളും ആ കഴയിൽ കെട്ടിയിട്ട് ഒരു കാര്യം ചെയ്തു. അതിൻ്റെ ഒരറ്റം കഴയുടെ ആ മുളയുടെ ഒരു അറ്റം അപ്പൻ്റെ തോളിലും വെച്ചു, മറ്റേ അറ്റം മകൻ്റെ തോളിലും വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴുതകയെ ചുമന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത കവലയിൽ നിന്ന് ആളുകൾ അഭിപ്രായം പറയുകയാണ്, ഇതാ 2 കഴുതകൾ ഒരു കഴുതിയെ ചുമന്നു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. 2 കഴുതകൾ ഇതാ ഒരു കഴുതിയെ ചുമന്നു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ആ കഥയിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അവിടെ പറയുന്നില്ല കേട്ടോ. സഹോദരങ്ങൾ, ഇതുപോലെയല്ലേ നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, പച്ചയായ ജീവിതങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ആരെയാണ് അനുകരിച്ച് മുന്നോട്ട് പോകുന്നത്? ഒരുപക്ഷെ സിനിമാ താരങ്ങളെല്ലാം സഭ്യമല്ലാത്തതായ വസ്ത്രങ്ങളെല്ലാം ധരിക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ യുവതികളുമെല്ലാം അത് അണിഞ്ഞു മുന്നോട്ട് പോകും. വാസ്തവത്തിൽ ഇതെനിക്ക് അണിയുവാൻ സാധിക്കുന്ന വസ്ത്രമാണോ, സഭ്യമായ വസ്ത്രമാണോ എന്ന് പലരും ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ പലരും പലതിൻ്റെയും പിന്നാലെ പോകുമ്പോൾ, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ, ഞാനിത് പോകേണ്ടതാണോ, മറ്റുള്ളവർ പോകുന്നതുകൊണ്ട് ഞാനും പോവുകയാണല്ലോ, പലരും ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പിനെന്ന് പൗലോസ് പറയുമ്പോൾ നാം അത് പലപ്പോഴും മറന്നു പോയിട്ട് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആ പിശാച് ഓരോ പ്രേരണ തരുമ്പോൾ, വിവാഹം ആവശ്യമല്ലേ, അല്ലെങ്കിൽ വീട്ടിൽ കല്യാണം നടക്കുകയല്ലേ, ആഘോഷമല്ലേ, മാമോദീസയല്ലേ,
ഒരിത്തിരി മദ്യമാകാം, മദ്യം വിളമ്പാം എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യുന്നു. അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും ഇത്തിരി കഞ്ചാവ് അടിക്കാൻ കുഴപ്പമില്ല, ഇത്തിരി പുകവലിക്കാൻ കുഴപ്പമില്ല, ഹാൻസും പാൻപരാഗും എല്ലാം ആകാം. ഇതെല്ലാം പറയുമ്പോൾ പലതിൻ്റെയും പ്രിയപ്പെട്ടവരെ പിന്നാലെ പോകുമ്പോൾ യേശുക്രിസ്തുവിനെ മറന്നു പോകുന്നു എന്നുള്ളത് ഏറ്റവും സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ദൈവജനമേ, നിത്യജീവൻ അവകാശികളായി മാറണമെങ്കിൽ യേശുക്രിസ്തുവിനെ അനുകരിച്ചാൽ മാത്രമേ പ്രയോജനമുണ്ടാവുകയുള്ളൂ. സഹോദരങ്ങളെ, അതിനെന്താണ് വേണ്ടത്? ആ അധ്യായം മുന്നോട്ട് അതെല്ലാം വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവെന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഇരുട്ടിൽ നടക്കേണ്ടവരല്ല, നാം വെളിച്ചത്തിന് മക്കളാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നാം ചിന്തിക്കേണ്ട കാര്യം, ഓരോ ദിവസവും നാം ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിന് പ്രസാദമായ കാര്യമാണോ ചെയ്യുന്നത് എന്ന് നാം ഓരോ ദിനവും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അത് പരിശോധിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിനാണ് നമുക്ക് നമ്മെ ഒന്ന് മാറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ നാളുകളിൽ നമുക്കറിയാം, ഉപദേശം കൊണ്ട് യാതൊരു കാര്യവുമില്ല. പ്രിയപ്പെട്ടവർ, എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ കുഞ്ഞുങ്ങളാണ് കഞ്ചാവിൻ്റെയും ഹാൻസിൻ്റെയും പാൻപരാഗിൻ്റെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പ്രണയബന്ധങ്ങളുടെയും അടിവുകളായി മുന്നോട്ട് പോയി ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതിനെന്താണ് പരിഹാരം? ഉപദേശം കൊണ്ട് കാര്യമുണ്ടോ? യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ട് വിവാഹബന്ധങ്ങൾ തകർന്നു പോകുന്നു? ഉപദേശം കൊണ്ട് കാര്യമുണ്ടോ? ആ പ്രിയപ്പെട്ട ഇന്നത്തെ യുവതിയുവാക്കന്മാരായ അല്ലെങ്കിൽ ദമ്പതിമാരായ ഇന്നത്തെ ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണോ, വിവരമില്ലാത്തത് കൊണ്ടാണോ, സംസ്കാരമില്ലാത്തത് കൊണ്ടാണോ? പ്രിയപ്പെട്ടവരെ, ഇതാ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആർക്കാർക്കും അറിയില്ല എന്നുള്ള സത്യം. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഇത് തിരുത്തുവാൻ തയ്യാറാകണമെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് വേണ്ട ദൈവത്തിൻ്റെ തിരുവചനമാണ് ആദ്യം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യിരെമ്യാ പ്രവാചന പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഇത് തീയാകുന്ന വചനമാകുന്നു, പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന വചനമാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് ആ വചനം, തീയാകുന്ന വചനം, പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് അത് അടിച്ചു കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അയ്യോ, ഞാൻ ഇത്രയും കാലം നിത്യജീവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണല്ലോ ജീവിച്ചു കൊണ്ടിരുന്നത് എന്ന്. ഞാൻ പലതിൻ്റെയും പിന്നാലെ പോയി. പക്ഷേ അത് പിശാചെന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. എനിക്ക് യേശുവിനെ വിളിക്കുവാൻ സമയമില്ലായിരുന്നു, പള്ളിയിൽ പോകുവാൻ സമയമില്ലായിരുന്നു, സുവിശേഷയോഗത്തിന് പോകാൻ സമയമില്ലായിരുന്നു. ഞാൻ പിശാചിൻ്റെ പിന്നിലെ ഒരു കളിപ്പാവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കന്നേരം മനസ്സിലാകും. പ്രിയപ്പെട്ടവർ, ഈ നാളുകൾ എത്രയോ ആളുകളാണ് സുവിശേഷം കേട്ട് ധ്യാനം കൂടിയല്ല മാനസാന്തരപ്പെടുവാനായിട്ട് ഞാൻ ഒത്തിരി ആളുകളെ പരിചയപ്പെട്ടു. പ്രിയപ്പെട്ടവർ, പലരെയും പല ധ്യാനകേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അത്ഭുതകരമായ വ്യത്യാസമാണ് പലർക്കും ഉണ്ടായത്. പിണങ്ങി നടന്നവർ യോജിക്കുന്ന കാഴ്ച കാണുവാനിടയായി. മദ്യപിച്ച ഭ്രാന്തന്മാരെ പോലെ അലറിക്കൊണ്ടിരുന്ന പല ആളുകളും ഇന്ന് കുഞ്ഞാടുകളെപ്പോലെ വലിയ മാനസാന്തര അനുഭവം ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സമാധാനമുള്ള കുടുംബങ്ങളായി മാറുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവ വചനത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ പ്രിയപ്പെട്ട ദൈവജനമേ. അതുകൊണ്ട് നാം ചിന്തിക്കുക, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, പ്രിയ ദൈവജനമേ, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം പറയുന്നവല്ലോ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് എന്ത് പ്രയോജനമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൻ്റെ വില, ആ ഇറ്റേണിറ്റിയുടെ വില നാം അത് മറന്നു പോകരുത്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാലും സാരമില്ല. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തര അനുഭവമുണ്ടായി, ഒരു നല്ല സത്യകുംഭസാരം നടത്തി ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഓരോന്നോരോന്നായി 1 by 1 സ്പെസിഫിക്കായി ഏറ്റുപറയുമ്പോൾ, സഹോദരങ്ങളെ, ഒരു നല്ല ധ്യാനത്തിലൂടെയാണ് അതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട വൈദിക തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പൗരോഹിത്യ അധികാരത്താൽ യേശുവിൽ തങ്കച്ചോരയാൽ നിങ്ങളുടെ പാപങ്ങൾ കഴുകപ്പെട്ടുകൊണ്ട് വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ച്, സഹോദരങ്ങളെ, അവൻ രക്തവും മാംസവും നമ്മൾ അനുഭവിച്ചുകൊണ്ട് ആ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് യേശു നിദ്ര പ്രാപിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോഴാണ് സഹോദരങ്ങളെ ആ നിത്യജീവൻ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, അത് ഈ ലോക ജീവിതത്തിൽ തന്നെ നമ്മളായിരിക്കും സംഭവിക്കേണ്ടേ. നാം അത് മറന്നു പോകരുതേ. ഇന്ന് പലതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നാം ചിന്തിക്കേണ്ട
ചിന്തിക്കേണ്ട കാര്യം, എനിക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് എത്ര നാളുണ്ടെന്ന് പറയുവാൻ സാധിക്കുമോ? നമുക്കാർക്കും പറയാൻ സാധിക്കുന്നില്ല. എപ്പോൾ വേണമെങ്കിൽ തീർന്നു പോയേക്കാം, എപ്പോൾ വേണമെങ്കിൽ രോഗിയായി മാറിയേക്കാം, എപ്പോൾ വേണമെങ്കിൽ അപകടം പറ്റിയേക്കാം, എപ്പോൾ വേണമെങ്കിലും മരണം കടന്നു വന്നേക്കാം. ഈ നാളുകളിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഊണ് കഴിക്കുവാനായിട്ട് സഹോദരങ്ങളെ അദ്ദേഹം വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോറും കറിയുമെല്ലാം വിളമ്പിക്കൊടുത്തു. ചോറും കറിയുമെല്ലാം വിളമ്പിക്കൊടുത്തപ്പോൾ അദ്ദേഹം കറിയെല്ലാം ചോറിലേക്ക് ഒഴിച്ച് സന്തോഷത്തോടുകൂടി ആ ചോറ് ഉരുട്ടി ഉരുളയാക്കിയിട്ട് ഇങ്ങനെ വായിലേക്ക് വെക്കാൻ തുടങ്ങിയ മനുഷ്യനാണ്. സഹോദരങ്ങളെ, 65 വയസ്സുണ്ടായിരുന്നു, നല്ല ആരോഗ്യമുണ്ടായിരുന്നു, മറ്റസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മദ്യപിക്കാത്ത മനുഷ്യനായിരുന്നു സഹോദരങ്ങളെ. എന്നാൽ ആരോഗ്യമുള്ളതായ ആ സഹോദരൻ ഇതാ ചോറ് ഉരുട്ടി ഉരുളയാക്കി വായിലേക്ക് വെക്കാൻ തുടങ്ങി. ആ വായിലേക്ക് ആ കൈ എത്തിയില്ല, ചോറ് ഉരുള എത്തിയില്ല, അതിനു മുമ്പ് കുഴഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, മകനും ഭാര്യയും കൂടി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് വളരെ വേഗം കൊണ്ടുപോയി എങ്കിൽ പോലും ആശുപത്രിയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല. അതിനു മുമ്പ് അദ്ദേഹം മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പ്രിയ ദൈവജനമേ, അതുകൊണ്ട് മനസ്സിലാക്കണമേ, എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ലാത്തതുകൊണ്ട് ഇന്ന് ചിന്തിക്കണം, കർത്താവേ, ഞാൻ ഇന്ന് മരിച്ചു മാറ്റപ്പെട്ടാൽ, അല്ല എൻ്റെ യേശു ഇപ്പോൾ രണ്ടാമത് എഴുന്നള്ളി വന്നാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നാം സുബോധമുള്ളവരായി മാറണമേ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമുക്ക് ചോദിക്കണം, കർത്താവേ, എനിക്ക് എന്താണ് കുറവുള്ളത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷാൽ ഐ ഡു? സഹോദരങ്ങളെ, നിനക്കൊരു കുറവുണ്ട്, ആ കുറവ് പരിശോധിക്കാം. നമുക്ക് വീണ്ടും തുടർന്നുള്ള നാളുകൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് മുന്നോട്ട് പോയി ധ്യാനമെല്ലാം കൂടി ആ ജീവിതത്തിൽ വന്ന തെറ്റുകളെല്ലാം ഓർത്ത് ഒന്ന് കുമ്പസാരിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുമ്പസാരിച്ച് നമ്മുടെ കണ്ണുനീര് ഒഴുക്കി സഹോദരങ്ങൾ യേശു തമ്പുരാൻ്റെ പാദപീഠത്തിലേക്ക് തന്നെ ഒഴുക്കുമ്പോൾ അത് എത്ര തെറ്റുകളാണ് കർത്താവ് ക്ഷമിക്കുവാൻ തയ്യാറാണ്, പൊറുക്കുവാൻ തയ്യാറാണ്. കാരണം അവൻ നമ്മെ സ്നേഹിക്കുന്നു. അവൻ്റെ തങ്കച്ചോര നമ്മുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റുപറയാൻ തയ്യാറുണ്ടോ? ഒന്ന് അനുദപിക്കുവാൻ തയ്യാറുണ്ടോ? നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കാൻ തയ്യാറുണ്ടോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാം ഒന്ന് കണ്ണുകളടച്ചാട്ടെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗത്തിലെ നല്ല ദൈവമേ, നീ ഞങ്ങളെ സ്നേഹിക്കുകയാണല്ലോ, നീ ഞങ്ങളെ കാണുകയാണല്ലോ കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ തമ്പുരാനെ. ഞങ്ങളെല്ലാവരും തീരുമാനമെടുക്കുന്നു, ഈ വചനം കേട്ട മക്കളെല്ലാവരും തീരുമാനമെടുക്കുന്നു. യേശുവെ, ഒത്തിരി കുറവുണ്ടായിരുന്നു, എന്നാൽ ഞങ്ങൾ പെർഫെക്റ്റാണ് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ കർത്താവെ, ഞങ്ങൾക്ക് മനസ്സിലായി കുറവുകളുണ്ട് എന്ന്. കർത്താവെ, സ്നേഹം കുറഞ്ഞുപോയി, വഴക്കുകൾ വിദ്വേഷങ്ങളുണ്ടായി, പിണക്കങ്ങളുണ്ടായി, അരുതാവാത്ത വാക്കുകൾ സംസാരിച്ചു, അരുതാത്ത കാഴ്ച കണ്ടു കർത്താവെ, അരുതാത്ത സ്ഥലങ്ങളിലേക്ക് പോയി, അരുതാത്ത ഇടങ്ങളിലേക്ക് പോയി. കർത്താവെ, പള്ളിയിൽ പോകാൻ താല്പര്യം കാണിച്ചില്ല, പ്രാർത്ഥിക്കുവാൻ താല്പര്യം കാണിച്ചില്ല, വചനം വായിക്കുവാനും കേൾക്കുവാൻ താല്പര്യം കാണിച്ചില്ല. യേശുവേ, ക്ഷമിക്കണമേ. പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയി കർത്താവെ, ക്ഷമിക്കണമേ, പൊറുക്കണമേ. യേശുവേ, നിൻ്റെ മക്കൾ ക്ഷമിക്കണം കർത്താവെ. ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരമേകണമേ. നിത്യജീവൻ അവകാശികളാക്കി മാറുവാൻ തക്കവണ്ണം എല്ലാവരും അനുഗ്രഹിക്കണം. ഇനിയുള്ള നാളുകളിലും ഓരോ വചന ശുശ്രൂഷയിലൂടെയും എൻ്റെ കുറവെനിക്ക് പരിഹരിച്ച നാളുകളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എല്ലാം കൃപ നൽകുമാറാകണമേ. ആയ ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥ യാചിക്കുന്നു സകലവും യേശു തമ്പുരാൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.